ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ കോഴിക്കോടുള്ള സരോവരം പാർക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പാർക്കിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം. ഗ്രാമീണ പ്രണയത്തിൻ്റെ മാധുര്യം പച്ച മനുഷ്യരുടെ ഭാഷയിൽ മലയാളികൾക്ക് പകർന്നു തന്ന വൈക്കം മുഹമ്മദ് ബഷീറും ഉറൂബും അതിമനോഹരമായ പ്രണയഗാനങ്ങളാൽ ആലപിച്ച കേരള സൈഗൾ എന്നറിയപ്പെടുന്ന കോഴിക്കോട് അബ്ദുൾ ഖാദറുമൊക്കെ ജീവിച്ച കോഴിക്കോട് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രണയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ്. നഗരമധ്യത്തിൽ നിന്ന് കഷ്ടിച്ച് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള സരോവരം ബയോ പാർക്കും നഗരഹൃദയത്തിലെ മാനാഞ്ചിറ സ്ക്വയറും പ്രണയികളുടെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുകയാണ്. ഹൃദയവികാരങ്ങൾ പങ്കിട്ടുകൊണ്ട് സമയം ചെലവഴിക്കാൻ ദൂരെ ദേശങ്ങളിൽ നിന്ന് പോലും പ്രണയജോഡികൾ ഇവിടെ എത്തുന്നു. ദമ്പതിമാരും കമിതാക്കളുമൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. കോഴിക്കോട് നഗരപരിധിയിൽ ഇങ്ങനെയും ഒരു സ്ഥലമോ എന്ന് വിസ്മയിച്ചു പോകുന്ന തരത്തിൽ പ്രകൃതി രമണീയമാണ് സരോവരം ബയോ പാർക്ക്. നഗരപ്രദേശത്തെ ഒരു കൊച്ചു വനം. കനോലി കനാൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്ക് അപൂർവ സസ്യലതാദികളും വൃക്ഷങ്ങളും നിറഞ്ഞതാണ്. പരിസരത്തെ വെള്ളക്കെട്ടുകളും കണ്ടൽ ചെടികളുമൊക്കെ ചേർന്ന് അസാധാരണമായൊരു രൂപഭംഗി പാർക്കിനുണ്ട്. കൊടും വേനലിൽ പോലും സുഖകരമായ കുളിർമ ഇവിടെ അനുഭവപ്പെടും. പാർക്ക് ചുറ്റി നടന്ന് കാണാൻ കല്ലുപാകിയ പാതകളും ഇടയ്ക്ക് കൊച്ചു പാലങ്ങളുമുണ്ട്. വഴിയരികിൽ കരിങ്കൽ പാത്തികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇരിപ്പിടങ്ങളും ധാരാളം. പകൽ സമയത്ത് നിരവധി പ്രണയ ജോഡികൾ ഇവിടെ ചുറ്റി നടക്കുന്നതും ഇരിപ്പിടങ്ങളിൽ ചേർന്നിരിക്കുന്നതും കാണാം. കൗമാരക്കാർ മുതൽ മുതിർന്ന പൗരർ വരെയുള്ളവരുണ്ടാകും ഈ കൂട്ടത്തിൽ. അവർ സ്വർഗസമാനമായ ഈ അന്തരീക്ഷത്തിലിരുന്ന് ഹൃദയവികാരങ്ങൾ കൈമാറുന്നു, സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്നു, ഭാവി ജീവിതം ആസൂത്രണം ചെയ്യുന്നു. കൂടാതെ പൊതുപരിപാടികൾക്ക് പറ്റിയ
ഓപ്പൺ എയർ തിയേറ്റർ, കുട്ടികളുടെ പാർക്ക്, ഐസ്ക്രീമും പാനീയങ്ങളും ലഘു ഭക്ഷണമൊക്കെ വിൽക്കുന്ന കട, ടോയ്ലറ്റ് സൗകര്യം എന്നിവയും ഇവിടെ ഉണ്ട്. ജാതിയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം പോരടിച്ച് വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രണയ സരോവരങ്ങൾ വലിയ ആശ്വാസം തന്നെയാണ്. ജനങ്ങൾ പരസ്പരം സ്നേഹിക്കട്ടെ, പ്രണയിക്കട്ടെ. അങ്ങനെ ഇവിടെ നമുക്ക് വലിയ വലിയ സ്നേഹ തീരങ്ങൾ നിർമ്മിക്കാം. പ്രണയിക്കുന്നവർക്ക് വലിയ ആശ്വാസമായി ഈ സരോവര പാർക്ക് സാക്ഷ്യം വഹിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോകാം. ഇത് നിങ്ങൾക്കിഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. മാനാഞ്ചിറയും അതിനടുത്ത് വിശാലമായ പുൽത്തകിടിയും വൃക്ഷങ്ങളുമെല്ലാം ചേർന്ന ഇടമാണ് മാനാഞ്ചിറ സ്ക്വയർ. ഇവിടെയും പ്രണയ ജോഡികൾ ധാരാളമായി എത്തുന്നു. കുറച്ചു കാലമായി പാരീസിലെ ലവ് ലോക്ക് ബ്രിഡ്ജിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളും ഇവിടെ ഉണ്ട്. ചരിത്രപ്രസിദ്ധമായ ഈ ലവ് ലോക്ക് ബ്രിഡ്ജിലെത്തുന്ന കമിതാക്കൾ അതിൻ്റെ കൈവരികളിൽ പൂട്ടിട്ട് പോകുന്ന രീതിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരിക്കലും പിരിയില്ല എന്ന പ്രതിജ്ഞയെടുത്താണ് ഇരുവരും ചേർന്ന് പൂട്ടിയിടുന്നത്. അതുപോലെ ഇപ്പോൾ മാനാഞ്ചിറ സ്ക്വയറിലെത്തുന്ന പ്രണയ ജോഡികൾ ചിലർ മാനാഞ്ചിറ കരയിലുള്ള വേലിയുടെ ഇരുമ്പ് കമ്പികളിൽ പൂട്ടിട്ട് പോകുന്നു. അടുത്ത കാലത്തായി ഇവിടെ ഇത്തരം ധാരാളം പൂട്ടുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാനാഞ്ചിറയും പഴയ മാനാഞ്ചിറ മൈതാനവും അൻസാരി പാർക്കും ടാഗോർ പാർക്കുമെല്ലാം കൂട്ടിച്ചേർത്താണ് 1994 മാനാഞ്ചിറ സ്ക്വയറിന് രൂപം നൽകിയത്. അൻസാരി പാർക്ക് ഉണ്ടായിരുന്ന ഇടം ഇപ്പോൾ ലിറ്റററി പാർക്കാണ്. മലയാളത്തിലെ ചില വിഖ്യാത കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ശില്പങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നു.